വെൽക്കം ബാക്ക് അഗൈൻ. അപ്പോൾ നമ്മൾ യൂറോപ്പിൽ നിന്നും നാട്ടിലേക്ക് ലീവിന് പോവുകയാണ്. മോർണിംഗ് എയർപോർട്ടിൽ ചെക്കിനൊക്കെ നേരത്തെ തുടങ്ങുന്നതുകൊണ്ട് നമ്മൾ രാത്രി തന്നെ അവിടെ നിന്ന് പോവുകയാണ്. പ്രാഗ് മെയിൻ സ്റ്റേഷനിൽ എത്തിയിട്ട് അവിടെ നിന്ന് ബസ് അഥവാ എയർപോർട്ട് എക്സ്പ്രസ് ബസ്സിൽ എയർപോർട്ടിലേക്ക് പോകാമെന്നായിരുന്നു പ്ലാൻ. പക്ഷേ രാത്രി 11:30 കഴിഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ ബസ് ഇല്ല. അത് ഇനി രാവിലെ 5:30 മുതൽ ആണ് തുടങ്ങുള്ളൂ. സോ നമ്മൾ യൂബറിലൊരു ടാക്സി ബുക്ക് ചെയ്തു. അതിനൊരു 350 ചെക്രോൺ കൊടുത്തിട്ട് ലത്തിഷ്തി പ്രാഹ അഥവാ പ്രാഗ് എയർപോർട്ടിൽ എത്തിയിരിക്കുകയാണ്. സമയം രാത്രി ഏകദേശം 1:30 ആയിട്ടുണ്ട്. ഡിസംബറിൽ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് നമ്മൾ കുറേ മുമ്പ് തന്നെ ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. കുറേ സ്ഥലത്ത് നോക്കി അവസാനം ഇൻഡിഗോയുടെ വെബ്സൈറ്റിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഡിസംബറിൽ പോകുന്ന ടിക്കറ്റ് നമ്മൾ സെപ്റ്റംബർ ലാസ്റ്റ് വീക്കിലൊക്കെ ബുക്ക് ചെയ്തുകൊണ്ട് 36,600 രൂപയ്ക്കാണ് നമുക്ക് പ്രാഗിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോകുന്ന ടിക്കറ്റ് കിട്ടിയിട്ടുള്ളത്. പ്രാഗ് എയർപോർട്ട് ഒരു ചെറിയ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു എയർപോർട്ടാണ്. ഇവിടുത്തെ ചെക്ക് ഇൻ ആൻഡ് ഇമിഗ്രേഷൻ പ്രോസസ്സുകളൊക്കെ നമുക്ക് വളരെ ബുദ്ധിമുട്ടില്ലാതെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഗേറ്റിലേക്കാണ് പോകേണ്ടത്. A6 ആണ് നമ്മുടെ ഗേറ്റ്. അപ്പം നമ്മുടെ യാത്ര എന്ന് പറയുന്നത് 3 ലഗുകളായിട്ടാണ്. ഫസ്റ്റ് ഇൻഡിഗോയുടെ കോഡ് ഷെയർ പാർട്ട്ണർ ആയിട്ടുള്ള ടർക്കിഷ് എയർവേസിലാണ് നമ്മൾ പ്രാഗിൽ നിന്ന് ഇസ്താംബുളിലേക്ക്, ഇസ്താംബുളിൽ നിന്നും ബോംബെയിൽ നിന്നും കോഴിക്കോട്, അങ്ങനെയാണ് നമ്മുടെ യാത്ര. 24 മണിക്കൂർ ജേണിയാണ്. ചെക്ക് ഇൻ ഞാനിവിടെ കൗണ്ടറിൽ വന്നിട്ടാണ് ചെയ്തത്. ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്താനുള്ള ഫെസിലിറ്റി നമുക്കില്ലായിരുന്നു, കാരണം കോഡ് ഷെയർ ഫ്ലൈറ്റിൽ അത് അവൈലബിൾ അല്ല. നോർമൽ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടായിരിക്കണം സിസ്റ്റം ജനറേറ്റർ ആയിട്ടുള്ള ഓൺലൈൻ ചെക്കിൻ്റെ റിമൈൻഡേഴ്സും ലിങ്കുകളും കാര്യങ്ങളൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വാട്സപ്പിലും മെസ്സേജായിട്ടൊക്കെ ഇൻഡിഗോ അയക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതുവഴിയൊന്നും നമുക്ക് ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്യാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ അതൊന്നും ഒരു വിഷയമല്ല കേട്ടോ. ഇവിടെ കൗണ്ടറിൽ ടൈമിന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് അവിടെ തന്നെ ചെക്കിനൊക്കെ കഴിഞ്ഞ് പോകാനുള്ളൂ. അപ്പോൾ 9:35 നമ്മുടെ ടർക്കിഷ് എയർലൈൻസിൻ്റെ ഫ്ലൈറ്റ് ഇവിടുന്ന് ടേക്ക് ഓഫ് ആവുന്നത്. അപ്പോൾ ടർക്കിഷ് എയർവേസിൽ നമുക്ക് തന്ന ഫുഡാണ് ഇത്. അടിപൊളിയായിരുന്നു. അപ്പോൾ ഫുഡ് നമ്മുടെ ടിക്കറ്റിൻ്റെ കൂടെ കോംപ്ലിമെൻ്ററി ആണ്. പിന്നെ ടർക്കിഷ് എയർവേസിൽ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇൻഡിഗോയിൽ നമുക്ക് സീറ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതിൽ ഫുഡിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അതെല്ലാം കൂടി ചേർത്തിട്ടാണ് എൻ്റെ ടിക്കറ്റ് പ്രൈസ് വരുന്നത്. ലോ കോസ്റ്റ് കാരേജ് ആയതുകൊണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ നോർമൽ, എന്നാലും ഒരുപാട് കൂടുതലൊന്നുമില്ല. പ്രാഗിൽ നിന്ന് 9:30 എടുത്ത ഫ്ലൈറ്റാണ്. നമ്മളിപ്പോൾ ഇവിടെ 2:30 ആകുമ്പോഴത്തേക്ക് ലാൻഡ് ചെയ്യാണ്. കാൽക്കുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് മണിക്കൂർ തോന്നും, പക്ഷേ അത്രയൊന്നുമില്ല. ഇസ്താംബുളും പ്രാഗും തമ്മിൽ 2 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. പ്രാഗിൽ നിന്നും ഇസ്താംബുളിലേക്ക് ഏകദേശം 2.25-3 മണിക്കൂറിൻ്റെ ജേണിയാണുള്ളത്. നമ്മൾ കയറിയ പ്രാഗ് എയർപോർട്ട് വളരെ ചെറിയൊരു എയർപോർട്ടായിരുന്നു. പക്ഷേ ഇസ്താംബുൾ അങ്ങനെയല്ല, വളരെ വലിയ, വളരെ ബിസി ആയിട്ടുള്ളൊരു എയർപോർട്ടാണ്. അങ്ങനെ ഒരുപാട് ഫ്ലൈറ്റുകൾ ഡീൽ ചെയ്യുന്നൊരു എയർപോർട്ടാണ്. നമുക്ക് റിമോട്ട് സ്റ്റാൻഡ് ഡിസംബാർക്കിംഗ് ആയിരുന്നു. അവിടെ നിന്ന് ബസ്സിലാണ് നമ്മൾ ടെർമിനലിലേക്ക് എത്തിച്ചത്. ടർക്കിഷ് എയർലൈൻസിൻ്റെ ഗ്ലോബൽ ഹബായിട്ടുള്ള ഇസ്താംബുൾ എയർപോർട്ടിൻ്റെ ട്രാൻസിറ്റ് ഏരിയയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ക്രിസ്മസ് ഒക്കെ വരുന്ന പ്രമാണിച്ച് അതിൻ്റേതായ കുറച്ച് അലങ്കാരപ്പണികളൊക്കെ അവിടെയാണ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാം. അങ്ങനെ ഏകദേശം 5.25 മണിക്കൂറോളം നീണ്ട കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ അടുത്ത യാത്രയുടെ ഘട്ടം ആരംഭിക്കുകയാണ്. ഇവിടുന്ന് ഇസ്താംബുളിൽ നിന്നും മുംബൈയിലേക്ക്. നമ്മൾ ഇൻഡിഗോയുടെ വലിയൊരു ഫ്ലൈറ്റിലാണ് ഇനി മുംബൈയിലേക്കുള്ള യാത്ര. ഇസ്താംബുളിൽ നിന്ന് വന്ന ടർക്കിഷ് എയർലൈൻസ് കുറച്ച് ചെറുതായിരുന്നു. ഇസ്താംബുൾ ടൈം രാത്രി 8 മണിക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ആവുന്നത്. 6.25 മണിക്കൂർ നീണ്ടൊരു ലോങ് നൈറ്റ് ജേണിയാണ്. നമ്മുടെ ഫുഡ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് കഴിച്ചിട്ട് ഉറങ്ങാം. ബാക്കി വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.